ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന കടുവ സംരക്ഷണ കേന്ദ്രമായ പെരിയാർ ടൈഗർ റിസർവിലാണ്. ടൈഗർ റിസർവ് 75 ആണ്ട് പൂർത്തിയാകുന്ന സമയം കൂടിയാണ്. ദേശീയ ടൈഗർ സെൻസസ് നടക്കുന്ന ഒരു സമയത്തു കൂടി കേരളത്തെ സംബന്ധിച്ചിടത്തോളം വന്യജീവി മനുഷ്യ സംഘർഷമൊക്കെ വലിയ വിഷയമായി തുടരുന്ന ഒരു സമയത്തു കൂടിയാണ്. ഇതിൻ്റെ പ്രാധാന്യമടക്കം ചർച്ചയാകുന്ന ഒരു സമയത്ത് നമുക്ക് ശ്രീ പ്രമോദ് ജി കൃഷ്ണൻ, ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിലേക്ക് സർ, പറഞ്ഞു തുടങ്ങുമ്പോൾ പെരിയാർ ടൈഗർ റിസർവ് എന്ന് മാത്രമല്ല പറയേണ്ടത്. ഇപ്പോൾ കടുവയെ പിടിച്ചാലും വിവരം അറിയും, കടുവ പിടിച്ചാലും വിവരം അറിയും എന്നുള്ളൊരു വല്ലാത്തൊരു സിറ്റുവേഷനുണ്ട്. പക്ഷേ പെരിയാർ ടൈഗർ റിസർവിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളൊരു കടുവ സംരക്ഷണ കേന്ദ്രം എല്ലാം മാതൃകയാക്കുന്നത് പെരിയാർ ടൈഗർ റിസർവിനെയാണ് എന്ന് പൊതുവെ പറയാൻ. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ടൈഗർ റിസർവുകളടക്കം ഈ 75 ആണ്ട് കഴിയുമ്പോൾ അങ്ങനെ എന്ത് മാതൃകയാണ് ടൈഗർ റിസർവ് മുന്നോട്ട് വയ്ക്കുന്നത്? കേരളത്തിൻ്റെ അഭിമാനമാണ് പെരിയാർ കടുവ സങ്കേതം. 1973 ടൈഗർ റിസർവുകൾ രൂപീകരിക്കണം എന്നുള്ളൊരു ആശയം രാജ്യത്ത് വരുന്നത്. നാശോന്മുഖമായിക്കൊണ്ടിരിക്കുന്ന ദേശീയ മൃഗത്തെ സംരക്ഷിക്കാനുള്ള നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വലിയ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ആശയം വരുന്നു. അപ്പോൾ രാജ്യത്തെ പ്രധാനപ്പെട്ട കടുവകളുള്ള സ്ഥലങ്ങൾ കടുവ സങ്കേതങ്ങളാക്കണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ 1978 കേരളത്തിലെ പെരിയാർ ഈ പ്രദേശം നമ്മളൊരു കടുവ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അത് പിന്നീട് പല ഭാവവ്യതിയാനങ്ങളിലൂടെ കടന്നു പോയിട്ട് പല രീതിയിൽ രൂപാന്തരം പ്രാപിച്ച് ഒരു ജനകീയ പങ്കാളിത്തത്തോടു കൂടി സംരക്ഷിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സങ്കേതമായിട്ട് പിന്നീട് പെരിയാർ വളരുന്നുണ്ട്. അത് കേരളത്തിൻ്റെ അഭിമാനകരമായിട്ട് വളർച്ചയുടെ ഒരു കഥ കൂടിയാണത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ തിരുവിതാംകൂർ രാജവംശം തൊട്ട് റോയൽ ബംഗാൾ കടുവ പ്രോജക്റ്റ് അങ്ങനെ അതിങ്ങനെ നീണ്ട് അത് കുറേ കൂടെ നമ്മൾ പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ പെരിയാർ എന്ന് വിളിക്കുന്നത് ഇത് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നമ്മുടെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെ അതിർത്തിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. നമ്മൾ EM കോവൂർ എന്ന് വിളിക്കുന്ന ഒരു പഴയ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു നോവലിൽ പറയുന്നത് കിഴക്കൻ മലനിരകൾക്കിടയിൽ എവിടെയോ ഒളിച്ചിരിക്കുന്ന കുമളിയും തേക്കടിയും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അന്നേ ശ്രദ്ധിക്കപ്പെടുന്ന വളരെ ഒരു പച്ചത്തുരുത്താണ്, വളരെ ജന്തു വൈവിധ്യമാർന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കീഴിൽ ഇത് അവരുടെ ഒരു വേനൽക്കാല വസതി കൂടെ കൂടിയാണ്. നാട്ടിൻപുറത്ത് ചൂട് കൂടുമ്പോൾ മലകളിലേക്ക് വരുന്ന ഒരു പഴയ പാരമ്പര്യം അവർ ചെയ്യുന്നുണ്ട്. അപ്പം വേട്ടയാടലും അന്നത്തെ വലിയ രീതികളാണ്, അന്നത്തെ രാജഭരണകൂടത്തിൻ്റെ രീതികളൊക്കെയാണ്. അത് മൃഗവിനോദം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി 1934 ഇതിനൊരു നെല്ലിക്കാംപെട്ടി വന്യജീവി സങ്കേതം എന്ന പേരിൽ വിളിക്കപ്പെടുന്നു. 1950 ഇതിന് പെരിയാർ വന്യജീവി സങ്കേതമാക്കി മാറ്റുന്നുണ്ട്. അതിൻ്റെ 75ാമത്തെ വർഷമാണ് നമ്മൾ. അപ്പോൾ ഇത് റോയൽ ബംഗാൾ കടുവ അതിനു വേണ്ടി തുടങ്ങിയത്, അത് ഇവോൾവ് ചെയ്തിപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ഇവിടെ ഇപ്പോൾ ഉള്ള കടുവകളുടെ ആ ഒറിജിൻസും സ്പീഷീസും ഒക്കെ അത് ഈ ലോകത്ത് പല രീതിയിലുള്ള പല തരത്തിലുള്ള കടുവകളുണ്ട്. പല സബ്സ്പീഷീസുകൾ എന്നാണ് നമ്മൾ പറയുക. പാന്തേര ടൈഗ്രിസ് എന്നൊക്കെ പറയുന്നതിൽ പല സബ്സ്പീഷീസുകളുണ്ട്. ആ സബ്സ്പീഷീസിൽ പലതുമൊക്കെ വംശനാശം വന്നു പോയി. ഇപ്പോൾ ജാവയിലുണ്ടായിരുന്നു, ബാലി, കാസ്പിയൻ, സുമാത്ര, അങ്ങനെ ഇൻഡോ ചൈന, അങ്ങനെയുള്ള ഒരു സബ്സ്പീഷീസാണ് റോയൽ ബംഗാൾ എന്ന് വിളിക്കുന്ന കടുവ സ്പീഷീസ്. അത് പറയുന്നത് ചൈനയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ചാടി കേരളത്തിലേക്ക് വന്ന് ഒരുപാട് കാലങ്ങൾ കൊണ്ട്, യുഗങ്ങൾ കൊണ്ട് അങ്ങനെ സഞ്ചരിച്ച് നമ്മുടെ ഡെക്കാൻ പ്ലാറ്റോ ഒക്കെ സഞ്ചരിച്ച് പശ്ചിമ പർവ്വതം ക്രോസ് ചെയ്തിട്ട് നമ്മുടെ കേരളം ഈ ഭാഗത്ത് എത്തി എന്നാണ് പറയപ്പെടുന്നത്. അത് അപ്പോൾ നമ്മുടെ ഇവിടെ കാണുന്ന കടുവ റോയൽ ബംഗാൾ. ഈ കടുവ ഇങ്ങനെ ഒരുപാട് ടെറിട്ടറി കടന്ന് സഞ്ചരിച്ച് വരും എന്നുള്ളത് അത് അങ്ങനെ തന്നെ നമ്മൾ കാണേണ്ടത്. ഇത് ഒരു 1-2 വർഷം കൊണ്ട് നടക്കുന്നൊന്നുമല്ല. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഒരു കാഴ്ചവട്ടങ്ങൾ കൊണ്ട് അന്നത്തെ പ്രകൃതിയെ നമുക്ക് അളക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ലോകം മുഴുവനും തന്നെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലേക്ക് കടുവ പോയിട്ടുണ്ട്. നമുക്കത് അത് മറ്റ് സ്പീഷീസിന് ഇല്ലാത്തൊരു കാര്യം. ഇപ്പം ആനയോ അല്ലെങ്കിൽ ഇപ്പം മരുഭൂമിയിലൊക്കെയുള്ള ജീവികൾ മറ്റ് സ്ഥലങ്ങൾ തേടി പോകാത്തതുപോലെ ഇത് ഇങ്ങനെ ടെറിട്ടറിയിലിട്ട് പൊക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണോ? അത് കടുവ രണ്ട് രീതിയിൽ പറയാൻ പറ്റും ഈ ചോദ്യത്തിന്. അതായത് കടുവ ഒരു കൃത്യമായിട്ട് സഞ്ചാരം നടത്തുന്ന ഒരു ജീവിയാണ്. അതിൻ്റേതായിട്ടുള്ള ചില ഭൂപ്രദേശങ്ങളെ പിടിച്ചടക്കുന്ന ഒരു പ്രവണത കൂടി കടുവയ്ക്കുണ്ട്. അത് കടുവയുടെ ഒരു സവിശേഷതയാണ്. ആനയൊക്കെ ആണെങ്കിൽ വിദൂരദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു ലോങ് റേഞ്ചിങ്, നിത്യേന എന്നോണം ലോങ് റേഞ്ചിങ് ആയിട്ട് നടക്കുന്ന പ്രദേശമാണ്. അതുതന്നെയാണ് ഈ പെരിയാർ കടുവ സങ്കേതത്തിൻ്റെ പ്രസക്തി. കാരണം ഈ രണ്ട് ജീവികൾ പെരിയാർ അടയാളപ്പെടുത്തുന്നത് ആനയിലൂടെയും കടുവയിലൂടെയാണ്. ഈ രണ്ട് ജീവികൾക്കും വളരെ വിശാലമായിട്ടുള്ള ഭൂപ്രദേശം വേണം. വലിയ മനുഷ്യൻ്റെ അല്ലെങ്കിൽ വലിയ ഇടപെടലുകളൊന്നുമില്ലാത്ത ഒരു പ്രദേശം വേണം.
ഇപ്പോൾ പെരിയാറിന്റെ ഇതൊരു 925ഓളം ഇത് ആയിരത്തിന് അടുത്തെത്തുന്നു. 900-ന്റെ മേലെ 920 സ്ക്വയർ കിലോമീറ്ററോളം അടുപ്പിച്ച് വരുന്ന 25ഓളം ചതുരശ്ര കിലോമീറ്റർ വരുന്ന അത് ശരിക്കും ഒരു വലിയ ഒരു വാസ്റ്റ് ഏരിയ തന്നെയാണ് അല്ലേ? മറ്റു ടൈഗർ റിസർവുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇന്ത്യയിലെ വലിയ സങ്കേതങ്ങൾ എന്ന് പറയുന്നത് 1000-ന് അപ്പോൾ ഒരു കാര്യം കൊണ്ട് നമ്മൾ പറയുന്നത് ഈ കടുവാ സങ്കേതത്തിൻ്റെ സവിശേഷത എന്ന് വിളിക്കുന്ന 2 കാര്യം കൊണ്ട് പെട്ടെന്ന് പറയാൻ പറ്റും. ഒന്ന്, മനുഷ്യ വന്യജീവി സംഘർഷം ഇവിടെ താരതമ്യേന ഇല്ലെന്ന് പറയാൻ പറ്റും. അത് ഈ വലിയ കാടായതുകൊണ്ടാണ്. ഈ കാടിൻ്റെ ആരോഗ്യം കാണിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്, കേരളത്തിലെ ഏറ്റവും പഴയ ഡാം നിൽക്കുന്നത് ഈ കടുവാ സങ്കേതത്തിൻ്റെ ഉള്ളിലാണ്. നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഡാമാണ്. പക്ഷേ ഏറ്റവും കുറച്ച് മണ്ണടിഞ്ഞിരിക്കുന്നൊരു ഡാമാണ്. കാരണം ഈ ഡാമിലെ അത്രയും ഇതിൻ്റെ ചുറ്റുമുള്ള കാടുകൾ സമൃദ്ധമായി സംരക്ഷിക്കപ്പെടുന്നത് കൊണ്ട്. ഞാൻ ഇടയിലൊരു വാക്ക് പറഞ്ഞു, കാടിൻ്റെ ആരോഗ്യം എന്നുള്ളത്. ഇപ്പം നമ്മൾ ഈ സംസാരിക്കാൻ പോകുന്ന വന്യജീവി മനുഷ്യ സംഘർഷത്തിലൊക്കെ ആ വാക്കായിരിക്കും അതിൻ്റെ കോറല്ലേ. അതായത് കാടുണ്ടായിട്ട് കാര്യമില്ല, കാടിന് ആരോഗ്യം കൂടി വേണം എന്നുള്ള ഒരു. നമ്മുടെ മനുഷ്യ ശരീരം പോലെ തന്നെ നമുക്ക് എത്ര മികച്ചതാണെങ്കിലും ബാഹ്യമായിട്ടുള്ള പ്രകൃതം മിച്ചമാണെങ്കിലും നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ ഒരു ക്വാളിറ്റി കാട്ടിലുള്ളത് കൊണ്ട് കൂടിയാണ് മൃഗങ്ങൾ നാടിറങ്ങാറ്. ഉദാഹരണത്തിന് ഇവിടെ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലെ 2 കടുവാ സങ്കേതങ്ങളാണ്, പെരിയാറും പറമ്പിക്കുളവും. ഈ 2 സ്ഥലത്തും നമുക്ക് മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്, ഈ വന്യജീവികൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള വലിയൊരു ജനകീയമായിട്ടുള്ള സമ്പദ്ഘടന ചുറ്റപ്പെട്ടിട്ടുണ്ട്. ഈ സംഘർഷം പോലുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ വളരെ ഇല്ലെന്ന് തന്നെ പറയുകയും ചെയ്യാൻ പറ്റും. ഒറ്റ കാര്യം സാർ, ഇപ്പോൾ 75 ആണ്ട് കഴിയുമ്പോൾ ഇനി എന്തെങ്കിലും ഒരു ഫ്ലാഗ്ഷിപ്പ് ഒരു പദ്ധതി വനംവകുപ്പ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്? നമ്മൾ ധാരാളം പദ്ധതികൾ നമ്മുടെ മനസ്സിലുണ്ട്. കാരണം പെരിയാർ എന്ന് വിളിക്കുന്നത് ഒരു സാമൂഹ്യ പരീക്ഷണശാല കൂടിയാണ്. ഈ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ജൈവവൈവിധ്യം തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നും ഈവൺ അവരുടെ ഉപജീവനത്തിലേക്ക് കൂടി. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ നമുക്ക് വേണ്ടി വരുന്ന ഒരു കാര്യം എന്ന് വിളിക്കുന്നത്, ഇന്ന് ഇപ്പോൾ 25 വർഷം ഇവിടെ പങ്കാളിത്ത വനപരിപാലനം വന്നത് 2000-ന്റെ തുടക്കത്തിലാണ്. അതുവരെ ജനങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള മാനേജ്മെൻ്റ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ ജനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിൽ നിന്നുള്ള വലിയ വരുമാന സ്രോതസ്സായിട്ട് ജനകീയമായിട്ട് ഈ പ്രാദേശിക സമൂഹത്തിന് വരുമാനം കിട്ടുന്ന വലിയ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ തന്നെ ഒന്ന് പുതുക്കി പണിയേണ്ട ആവശ്യമുണ്ട്. പുതിയ കാലത്തെ വെല്ലുവിളികൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ മുന്നോട്ടൊന്ന് പുതുക്കി പണിയേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്, കാടിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അത് എന്താ IUCN എന്ന് വിളിക്കുന്ന ഒരു ഓർഗനൈസേഷൻ അടുത്ത കാലത്ത് നടത്തിയ ഒരു പഠനങ്ങൾ കാണിക്കുന്നത് ലോകത്തെ ജൈവ വൈവിധ്യത്തെ ബാധിക്കുന്ന 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് നമുക്കും ബാധകമാണ്. ഒന്ന്, കാലാവസ്ഥ വ്യതിയാനം. രണ്ടാമത്, വലിയ അനിയന്ത്രിതമായ രീതിയിൽ വരുന്ന അശാസ്ത്രീയമായിട്ടുള്ള ടൂറിസം ഓപ്പറേഷൻസ് വരുന്നുണ്ട്. അധിനിവേശ സസ്യങ്ങൾ, കളകളുടെ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. നാലാമത്, റോഡുകൾ, അശാസ്ത്രീയമായിട്ട് വരുന്ന റോഡുകളുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പുതിയ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടാനായിട്ടുള്ള പരീക്ഷണങ്ങൾ നമ്മളിവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പോൾ സാർ, നമ്മൾ ഈ കടുവയുടെ ഇപ്പം ഈ 4 കാര്യങ്ങൾ പറഞ്ഞു. 4 കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ടൂറിസമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ കടുവ, നരഭോജി കടുവ എവിടെയെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ഈ കടുവയെ കൊല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് നടത്തുന്ന പ്രതിഷേധമാണ്. പക്ഷെ അതേ കടുവ തന്നെ ഈ ടൂറിസം സ്ഥലത്ത് വന്ന് അവിടെ സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ ഇത്തരം ഒരു ട്രെൻഡ് വേറൊരു തരത്തിലുണ്ട്. 2 തലമാണ് ഇത് ടൂറിസത്തിൻ്റെ ഒരു മോശം ഒരു ഫേസാണോ? കടുവകളുടെ ഒരു വില എന്ന് വിളിക്കുന്നത്, ഇപ്പോൾ തേക്കടിയിൽ വരുന്ന സഞ്ചാരികൾ, പെരിയാർ കടുവാ സങ്കേതത്തിൽ വരുന്ന ഒരു വർഷം 10 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. ആ വരുന്ന ആളുകൾ കൊണ്ടുവരുന്ന ഉൽപ്പാദിപ്പിക്കുന്ന സമ്പദ് ഘടന, അതിനെ കടുവകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് നമ്മുടെ ഒരു കടുവയുടെ യഥാർത്ഥത്തിലുള്ള വില. അപ്പോൾ അത് ഒരു യാഥാർത്ഥ്യമാണ്. ഒട്ടനവധി ആളുകളുടെ ജീവിതമാർഗ്ഗമാണിത്. ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു ഇക്കോണമി നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ വളരെ വളരെ അപൂർവമായിട്ട് നമ്മൾ സംഭവിക്കുന്ന പ്രശ്നമാണ് ഈ നേരത്തെ പറഞ്ഞ മനുഷ്യനും കടുവയും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ. പ്രായാധിക്യം മൂലം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ അത് ഇന്നും നമ്മളൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് നമ്മളതിനെ കാണാൻ ശ്രമിക്കുന്നത്. അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഇഷ്യൂ തന്നെയാണ്. കാരണം ഒരു ജനത്തിന് അലോസരം ഉണ്ടാവാൻ പാടില്ല. ജനസുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് നമുക്ക് ഈ കടുവയെ നമ്മൾ ആരാധിക്കുന്നൊരു പ്രകൃതം വരുന്നുണ്ട്. ഇപ്പോൾ അയ്യപ്പൻ്റെ വാഹനമാണ്, ദൈവത്തിൻ്റെ വാഹനമായിട്ട് മാറുന്ന കടുവയും ചില സ്ഥലത്ത് ഭീതി പരത്തുന്ന ഒരു ഇതും വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഇഷ്യൂസിനെ നമ്മൾ കൈകാര്യം ചെയ്യാറുണ്ട്. വയനാടൊക്കെ തന്നെ
ഇത്തരത്തിൽ പ്രായാധിക്യം മൂലം ജനങ്ങൾക്ക് ഭീഷണി മനുഷ്യന്റെ ഒരു ഇടപെടൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇത് ഈ ടൂറിസത്തിന്റെ പോലെ തന്നെ ഇത് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ? ഇവരുടെ ഒരു പാറ്റേൺ ഇങ്ങനെ മനുഷ്യനുമായിട്ട് അത്രയ്ക്ക് ഒപ്പണപ്പാകുന്ന ഒരു വന്യമൃഗം അല്ലല്ലോ. അപ്പോൾ ഇത് ഇവരുടെ ഒരു നേച്ചർ ഇറിറ്റേറ്റ് തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതായത് മനുഷ്യന്റെ അനിയന്ത്രിതമായിട്ടുള്ളൊരു എക്സ്പോഷർ അല്ലെങ്കിൽ ഇടപെടൽ മൃഗങ്ങളുടെ അവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തതായിട്ടുള്ള പഠനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞ് ഇവിടെ ഒന്നും പോകണ്ട, നമ്മളിപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൽ നമ്മൾ സഞ്ചരിച്ചാൽ മതി. കേരളത്തിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. അവിടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ടൂറിസം മേഖലയിൽ വരയാടുകൾ നമ്മളെ വന്ന് ഉരുമ്മി നിൽക്കും, തൊട്ടുരുമ്മി നിൽക്കും. പക്ഷെ നമ്മൾ തൊട്ടപ്പുറം മാറിക്കഴിഞ്ഞാൽ നമ്മളെ കണ്ടാൽ ഇത് ഓടിപ്പോകും. അത്ര കാരണം ഒരു മൃഗവും നമ്മുടെ അനാവശ്യമായിട്ട് നമ്മുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നൊന്നുമില്ല. ആ വരയാടുകളുടെ വിഷയത്തിനകത്ത് അതൊരു ഹാംഫുൾ ആകാനൊരു സിറ്റുവേഷൻ ഇല്ല. പക്ഷേ കടുവയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനിപ്പോഴും ഈ വന്യജീവി സംഘർഷത്തിൻ്റെ ഇതിലാണ് ബേസ്ഡാണ്. ഇത് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ? മനുഷ്യൻ കൂടുതൽ ഒരു ടെറിട്ടറിയിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്, മനുഷ്യൻ ഇങ്ങനെ ഒരു പ്രോപ്പർ ശത്രുവായി മാറി കടുവയ്ക്ക്? അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. കാരണം ഞാനിപ്പോഴും പറയുന്നത് നമ്മൾ ഈ മനുഷ്യനും വന്യജീവികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് നമ്മളത് കാണുന്നതാണ് നല്ലത് കൈകാര്യം ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഒരു പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള വലിയ ബന്ധത്തെ റദ്ദ് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ട് നമ്മൾ ഈ സംഘർഷത്തെ മാറ്റുന്നതിൽ നമുക്ക് അത് ഒരു ധാർമ്മികമായിട്ടും അല്ലാതെ ശരിയല്ലാത്തൊരു പ്രവണതയാണ്. പക്ഷേ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ഒരു എക്സ്പോഷർ പല രീതിയിലുള്ള ഇടപെടലുകൾ ഈ അലോസരപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ അത് ഒരു എന്താ പറയുക എല്ലാ രംഗത്തും നടന്നു എന്നൊന്നും പറയാനൊന്നുമില്ല. ഈ നാടിറങ്ങി വരുന്ന കടുവ ആടിനെ പിടിക്കുക, പട്ടിയെ പിടിക്കുക, പക്ഷെ മനുഷ്യനെയും പിടിക്കുക. അതായത് മനുഷ്യൻ്റെ ഒരു ഭക്ഷണമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രുചിയെന്നോ, ഈ പറയുന്ന പോലെ രക്തത്തിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കടുവ അത് മറക്കില്ല എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ മിത്താണോ? അതോ അങ്ങനെ ഒന്നും സംഭവിച്ചു? നമ്മുടെ സഹ്യപർവ്വതത്തിൽ കാര്യം നോക്കുകയാണെങ്കിൽ ഈ പ്രായം കൊണ്ട് വയസ്സായി ഇര തേടാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പല കടുവകൾ തമ്മിലുള്ള യുദ്ധത്തിൽ മുറിവേറ്റ കടുവകളാണ് സാധാരണഗതിയിൽ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം മിക്കവാറും അങ്ങനെയുള്ള കടുവകൾ ചെയ്യുന്നത് കന്നുകാലികളെ പോലുള്ള മൃഗങ്ങളെ തിന്നാനും നോക്കുക. അതും കഴിഞ്ഞ് പിടിക്കാതെ വരുന്ന സമയത്താണ് ഈ ഒരു ടെൻഡൻസി കാണിച്ചിട്ടുള്ളത്. കഴിഞ്ഞൊരു 10 വർഷമായിട്ട് കേരളത്തിൽ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, ഒരു 10ഓളം സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഞാനതാണ് വീണ്ടും പറഞ്ഞത്, അത്തരം കടുവകളെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ്, സീനിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ പിടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ വയനാട് തന്നെ കഴിഞ്ഞ 10 വർഷം അതൊരു മിത്തല്ലല്ലോ അല്ലേ? അതായത് മനുഷ്യന്റെ രക്തത്തിന്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കടുവ നരഭോജി കടുവയായി മാറുമെന്ന് പറയുന്നത് അങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെളിവുകളൊന്നുമില്ല. പകവെച്ച് പെരുമാറുന്ന മൃഗങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇന്നും ശാസ്ത്രം തെളിയിച്ചിട്ടൊന്നുമില്ല. അതിനുള്ളൊരു അവസരം ഉണ്ടാവുന്നു, ശീലമായിട്ട് മാറിക്കഴിയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ അത് കടുവയുടെ കേസിൽ അങ്ങനെ ഇപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെ ഒരു കടുവയൊക്കെ തന്നെ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം കൊടുത്തിട്ടില്ല. അതിന് മുമ്പൊക്കെ തന്നെ നമ്മൾ ഇതിനെ പിടിച്ചു മാറ്റിയിട്ടുണ്ട്. നമ്മൾ വയനാട് അടക്കമുള്ള പ്രദേശത്തിലാണ് ഈ പ്രശ്നം വരുന്നത് കൂടുതലായിട്ട്. അത് കൈകാര്യം ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ. 2 കാര്യം കൂടെ, അത് ഒന്ന് ഈ നീലക്കണ്ണ് പെരിയാർ ടൈഗർ റിസർവിലെ കടുവകൾക്കുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേൾക്കണം. നീലക്കണ്ണ് അതൊരു ജനിതകമാണോ അതോ വേറെ എന്തെങ്കിലും? അത് സാധാരണഗതിയിൽ ഈ കടുവയുടെ കണ്ണ് എന്താ പറയുക, രാത്രി മാർജാരവർഗത്തിലുള്ള ഏതൊരു ജീവിയെയും നമ്മൾ രാത്രി നമ്മൾ കാണുമ്പോൾ വളരെ തീക്ഷ്ണമായിട്ടുള്ള പ്രകാശരശ്മി വരുന്നത് കാണാൻ പറ്റും. അത് ഇരുട്ടിൽ കാണാനുള്ള ചില കോശങ്ങളുണ്ട് കണ്ണിൽ. അത് വല്ലാതെ വികസിച്ചിരിക്കുന്ന അതിൻ്റെ പൂർണ്ണ പ്രഭാവത്തിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെ നമ്മൾ കാൽപ്പനികവൽക്കരിക്കുമ്പോൾ നമുക്ക് വരുമ്പോൾ എന്ത് നീലക്കണ്ണെന്ന് തോന്നുന്നു. അതായത് ഇവിടത്തെ മാത്രമല്ല, അല്ല അങ്ങനെ ആവണമെന്നില്ല. അതുപോലെ ഒരുപാട് നീന്തുന്ന കടുവകളും അതൊക്കെ അതിൻ്റെ കോമൺ ട്രേറ്റ്സ് ആണ്. കടുവകൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ പലതരം ആവാസ വ്യവസ്ഥയിൽ കടുവകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചതുപ്പുകളിലുണ്ട്. ഇപ്പോൾ സുന്ദർബൻസ് എന്ന് വിളിക്കുന്ന വെസ്റ്റ് ബംഗാളിലെ കണ്ടൽക്കാടുകളിൽ മീൻ പിടിച്ച് തിന്ന് ജീവിക്കുന്ന കടുവയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കടുവയുടെ ഒരു അഡാപ്റ്റേഷൻ എന്ന് വിളിക്കുന്നത് എന്താണ്, ഇങ്ങനെ നീന്തൽ പഠിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ നാട്ടിലെ കടുവയും നീന്താനൊക്കെ വളരെ പെരിയാർ തടാകത്തിലൊക്കെ നീന്തുന്ന കടുവകൾ നമ്മൾ ധാരാളം കാണാറുണ്ട്. വലിയ കടുവ വിശേഷങ്ങൾ ഞാനത് പറഞ്ഞ അവസാനം ചോദിക്കാൻ, ദേശീയ മൃഗം കടുവ ആയതും അങ്ങനെ സിംഹത്തിൽ നിന്ന് അങ്ങനെ കടുവയായി മാറി. അതായത് ഒരു കാലഘട്ടത്തിൽ 1960കളൊക്കെ ആവുമ്പോൾ ഒരു ദേശീയത എന്ന് വിളിക്കുന്നൊരു സങ്കല്പം ദേശത്തെ പ്രതിദാനം ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കാശ്മീർ മുതൽ കേരളവും അല്ലെങ്കിൽ അരുണാചൽ പ്രദേശ് തൊട്ട് ഗുജറാത്തും വരെയുള്ള പ്രദേശങ്ങളിൽ എല്ലായിടത്തും കാണുന്നൊരു മൃഗം വേണം എന്നുള്ള സങ്കല്പം വരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ സിംഹം എന്ന് വിളിക്കുന്നത് കുറച്ചും കൂടെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷനാണ്. അല്ലാതെ സിംഹത്തിനെതിരെയുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടൊന്നല്ല. കുറച്ചും കൂടെ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു മൃഗം കടുവയാണെന്ന് തോന്നിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ പിന്നീട് കടുവയാവും. അതേ സമയത്ത് തന്നെ കടുവ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. കടുവ ഭക്ഷ്യശൃംഖലയുടെ മേലെ നിൽക്കുന്നതാണ്. ഒരു കടുവ നഷ്ടപ്പെടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഒരു ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം മുഴുവൻ താറുമാറാകുന്നതാണ്. വംശനാശ ഭീഷണി. പക്ഷേ ഇപ്പോൾ ദേശീയ ടൈഗർ സെൻസസ് നടക്കുന്നു, കടുവയ്ക്ക് വർധനവുണ്ടായി എന്ന് പറയുന്നത്. കടുവയുടെ എണ്ണം ഒരു കഴിഞ്ഞ 1900-ന്റെ ഒക്കെ തുടക്കം ഏതാണ്ട് 40,000 കടുവ ഉണ്ടായിരുന്നു എന്നാണ് കണക്കൂട്ടിയിരിക്കുന്നത്. അത് കുറഞ്ഞ് 1970-കളുടെ ആരംഭത്തിൽ ഏതാണ്ട് 1000-നടുത്തെത്തി. പിന്നീട് നമ്മൾ നടത്തിയ വലിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അതിൽ പെരിയാറൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ പങ്കാളിത്ത വനപരിപാലന പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ ഏതാണ്ട് ഒരു 3000-3500 കടുവ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത്. പക്ഷേ നോക്കൂ, ഇതിലൊക്കെ പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എണ്ണത്തിലല്ല. അതായത് 70-ൽ നിന്നൊരു 3 ഇരട്ടിയോളം വന്നിട്ടുണ്ട്. അത് അപ്പോഴും നമ്മൾ നോക്കുന്നത് നമ്മൾ ടൈഗർ സെൻസസ് വരുമ്പോഴും ആ ഒരു കണക്കിലേക്കാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഇന്നത്തെ ഒരു അവസ്ഥയിൽ അതാണ് ഈ വർധനവെന്ന് പറയാൻ പറ്റില്ല. വർധന ഇപ്പൊ തീർച്ചയായിട്ടും ഉണ്ടല്ലോ. നമ്മളിപ്പോ 1970 ആശങ്കപ്പെടേണ്ട ഒരു അങ്ങനെ ഒരു അങ്ങനത്തെ വർധനവുകളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ എപ്പോഴും പറയുന്നത്, അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, കടുവയുടെ ഒരു ജനസംഖ്യ ഏതാണ്ട് ഒരു സ്ഥിരതയാർജിച്ച ജനസംഖ്യ എന്നാണ് നമ്മൾ എപ്പോഴും പറയും. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കേസിൽ നമുക്ക് ഏതാണ്ട് 213 കടുവ എന്നാണ് കഴിഞ്ഞ സെൻസസിലുള്ളത്. അത് ഏതാണ്ട് ഒരു സ്ഥിരതയാർജിച്ച ഒരു പോപ്പുലേഷൻ എന്നാണ് നമ്മുടെ കണക്ക്. ഒരു മാർജിനലി ഇൻക്രീസിങ്, ഒരു ചെറുതായിട്ട് കൂടുന്നു, സ്ഥിരതയാർജിച്ച്, അല്ലാതെ ഒരു ഇങ്ങനെ വലിയ വർധന അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ശാസ്ത്രം ഇതുവരെ പറയുന്നൊന്നുമില്ല. ഈ ഓപ്പറേഷൻസിൽ പോകുമ്പം അങ്ങനെ നേരിട്ട് അങ്ങനെ കാണുമ്പോൾ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടോ? നമ്മൾ നമ്മൾ വയനാട്ടിലേക്കാണ് കൂടുതൽ. ഇപ്പോൾ 2 കടുവകൾ തമ്മിലുള്ള ചില ഫൈറ്റുകളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭീതി അവിടെ അത് ജനിപ്പിക്കാനൊക്കെ ഉള്ള കഴിവുള്ളൊരു മൃഗമാണ്. അതിനെ ഇര പിടിക്കുന്നതിന് അത്ര ഒരു ഭീതിയിലൂടെയാണ്. ചില മാനിനൊക്കെ ചിലപ്പോൾ സ്തബ്ധനാക്കിക്കൊണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കാഴ്ചയിൽ തന്നെ സ്തബ്ധനാക്കാനുള്ള ഒരു കഴിവുള്ള ഒരു ജീവി കൂടിയാണ് മൃഗം. അപ്പോൾ ഇരതേടൽ എന്ന് വിളിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഈ പറയുന്ന രൗദ്ര സ്വഭാവം എന്ന് വിളിക്കുന്ന ഒരു പ്രക്രിയ. ഒട്ടും പോപ്പുലർ അല്ലാത്ത ഒപ്പീനിയനിൽ ഞാനൊരു കാര്യം കൂടി, അതായത് ഈ പറഞ്ഞ പോലെ നമ്മളിനി കടക്കാൻ പോകുന്ന വിഷയം വന്യജീവി സംഘർഷമാണെങ്കിലും ഈ നരഭോജി കടുവ എന്നൊരു ലേബലിട്ട് ഈ കടുവയെ കൊല്ലണം എന്ന് വലിയ പ്രതിഷേധം ഉയർന്ന സമയത്ത് അതെങ്ങനെയാണ് പേഴ്സണലി നോക്കിക്കാണുക? ബിക്കോസ് കാട് അവരുടേതാണ് എന്നുള്ളൊരു സാധനം, അങ്ങനെ ഒരു ഇമോഷണൽ കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ട്. ഇതിൽ ഈ പുലിയിറക്കം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിത, റഫീഖ് അഹമ്മദിൻ്റെ ഒരു കവിതയുണ്ട്. അതിൻ്റെ അവസാനം ഇങ്ങനെ ഒരു കാട് നശിച്ചു കഴിയുമ്പോൾ വെളിയിലേക്ക് വരുന്ന ഒരു പുലിയുണ്ട്. ആ പുലി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാനത് പറയാം. അതായത്, പ്രതികാരദാഹത്തിനാനല്ല, ഇരതേടിയല്ല, നീരിത്തിരി മോന്തണം, കാണിനേരം കണ്ണടച്ചങ്ങിരിക്കണം. പിന്നെ ചോദിക്കുന്ന ചോദ്യമാണ്, നീ നരൻ ഞാൻ നരി, നമ്മെ ബന്ധിപ്പതായി നേരിനും അപ്പുറം മറ്റൊന്നുമില്ലയോ എന്നൊരു ചോദ്യമാണ്. ഇത് പല സാഹചര്യങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്നൊരു പ്രശ്നമാണിത്. നോക്കൂ, അത് തന്നെ ഇപ്പോൾ ചോദ്യത്തിന് ഉത്തരം എന്ന് വിളിക്കുന്നത് ഇതൊരു ഹിംസയുടെ ഒരു വാദമാണ്. അത് എന്താ പറയുക, ഒരു അവശ്യഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വധശിക്ഷയുണ്ട്. അത് അപൂർവങ്ങളിലായിട്ട് സംഭവിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മളങ്ങനെ കൈകാര്യം ചെയ്യുള്ളൂ. ഒരു പരിഷ്കൃത സമൂഹം ഒരാളെ കൊല്ലണം എന്ന് പറയുന്നത്, വിധിക്കുന്നത് അവസാനത്തെ ബാക്കി എല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ്. അത് ഈ ഏത് ജീവിയുടെ കേസിലും ഏത് ജീവിയുടെ കാര്യത്തിലും അത് ബാധകമാവുമെന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. ഹത്യാവാദം ആദ്യമേ തന്നെ ആരംഭിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം അതൊരു സ്വഭാവ സവിശേഷതയാണ്. ആ ഒരു സ്വഭാവ സവിശേഷതയിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം പോരടിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ്. അപ്പോൾ കടുവ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നിരവധി മാർഗ്ഗങ്ങളുണ്ട്. അത് മാർഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു പ്രശ്നകാരിയായിട്ടുള്ളൊരു കടുവയെ ആ പ്രദേശത്ത് മാറ്റുക എന്ന് വിളിക്കുന്നതാണ് മുഖ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വയനാട് തന്നെ 10-30ഓളം കടുവകളെ നമ്മൾ കൂടി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കൊല്ലേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ചെയ്യണം, പക്ഷേ അത് അവസാനത്തെ മാർഗമായിട്ട് കരുതുന്നതാണ് ഉചിതം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, റൈറ്റ്.